മോനെ ഈ 2026 നിന്റെ വർഷാടാ. എടാ നമ്മളൊരു ഗതി പിടിക്കാത്ത ഫാമിലിയാണെന്നല്ലേ നീ എപ്പോഴും വിചാരിച്ചേ. എന്നാ അങ്ങനെ അല്ലടാ, നമ്മൾ ആക്ച്വലി റിച്ച് ആയിരുന്നു. ഈ ഹൈലൈറ്റ് മാളില്ലേ, അത് നമ്മുടെ ആടാ. സുലൈമാൻ ഹാജി നമ്മുടെ ബിനാമിയാടാ. നീ കുറച്ച് കഷ്ടപ്പാട് അറിയട്ടെ വിചാരിച്ച് നിന്നെ ഞങ്ങൾ ഒളിച്ച് വളർത്തിയതാ. നാളെ നിന്നെ ഞങ്ങൾ CEO ആക്കും. ഹാപ്പി ന്യൂ ഇയർ കുട്ടാ. കമ്പനി കത്തിക്കണം. ഹായ് മമ്മി. അതെ മോനെ, ഒരു 10,000 രൂപ അയക്കണേ. നമ്മുടെ ശാരദയുടെ ഹൗസ് വാമിംഗ് ആണേ. ഒരു നല്ല വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തു. അതിനെന്തോ മമ്മി, അയക്കാലോ. 10,000 രൂപയല്ലേ, ഞാൻ അടിച്ചു വെച്ച് നോട്ടൊന്നും തുടങ്ങിക്കോട്ടെ. പെട്ടെന്ന് അയക്കാതെ. ഓക്കെ ബൈ. യവനൊക്കെ എല്ലാ ദിവസവും 50 രൂപയുടെ ചായ 80 രൂപയുടെ ബിസ്ക്കറ്റ് നിന്നെ വീട്ടിൽ പൈസ അയക്കുന്ന മരം. അമ്മാരുടെയൊക്കെ ഷർട്ടിന്റെ തിളക്കം കണ്ട ഇത് സൂര്യൻ തൂറ്റുമല്ല. ഇവരൊക്കെ കഴിഞ്ഞോ? എന്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ ഈ നാട്ടുകാരെ ജഡ്ജ് ചെയ്തിരിക്കുന്ന നേരം നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പണിയെടുത്താല് നീ രക്ഷപ്പെടും. ഓഹോ, അപ്പൊ നീ പറഞ്ഞു പറഞ്ഞ ഞാൻ പണിയെടുക്കണല്ലേ? ഞാൻ പണിയെടുത്ത് ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്ന് തോന്നുമ്പോഴാണ് ഞാൻ നാട്ടുകാരെ ജഡ്ജ് ചെയ്യുന്നത്. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, നീ പണിയെടുക്കണില്ല എന്നല്ല പറഞ്ഞത്. നിന്റെ ഇപ്പോഴത്തെ സ്കില്ല് വെച്ചിട്ട് ഡാറ്റ അനലിറ്റിക്സിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. നമ്മുടെ ബിസിനസ് പാർക്കിൽ phase 1 ഒരു ടീമുണ്ട്, റൂട്ട് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ടീമാണ്. കൊള്ളാവുന്ന ടീമാണെന്ന് കേട്ടത്. ഒന്നുമില്ലെങ്കിലും നിന്റെ ഇന്റർനാഷണൽ സ്വപ്നങ്ങളെങ്കിലും നടക്കുമല്ലോ. രക്ഷപ്പെടൂ. എടാ, ഞാൻ നിന്നോട് എന്താണ് ഇത്ര നേരം പറഞ്ഞോണ്ടിരിക്കുന്നത്? ഫ്ലോർ എത്രയെന്ന് പറഞ്ഞ റൂട്ട് അക്കാഡമി? 6th. ഓക്കെ, അപ്പൊ ഇനി ഡാറ്റ അനലിറ്റിക്സ് ആയിട്ട് ഞാൻ വരുന്നു. ബൈ ബൈ. ബൈ.